ഞാൻ ചൂണ്ടയിടാനായിട്ട് വന്നിരിക്കാം കേട്ടോ. ചൂണ്ടയിടാൻ തീറ്റി, ചൂണ്ട ഇതെല്ലാം ആയിട്ട് വന്നു. ഇതാണ് തീറ്റി കേട്ടോ. ഗോതമ്പ് ഇങ്ങനെ അട പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചൂണ്ട. അപ്പോൾ ഇത് ഞാൻ ചൂണ്ടയിടാനായിട്ട് ഇവിടെ വന്നിരിക്കുവാണ്. അപ്പോൾ ചൂണ്ടയിടുന്നൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം ഞാൻ തന്നെയല്ല മൊബൈലെല്ലാം യൂസ് ചെയ്ത്. മീൻ ചാടുന്ന കണ്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്ത് മീൻ പിടിച്ച് കാണിക്കാവേ. അങ്ങനത്തെ ഞാൻ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ. മീൻ പിടിക്കാനായിട്ടുള്ള റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പത്തേണ്ട അത്യാവശ്യം നല്ല ചാറ്റമഴ ഉണ്ടായിരുന്നു, മഴയും ഉണ്ടായിരുന്നു. അപ്പത്തെ മീൻ കിടത്ത് ചാടുന്ന കണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട്. ഈ ചാട്ടം പുറകെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ ചാടുന്ന കാണാവേ. ഈ ചാട്ടം കണ്ടിട്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ചൂണ്ടയായിട്ട് ഇറങ്ങിയത് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചൂണ്ടയായിട്ട് ഇറങ്ങിയത്. വർഷങ്ങളെന്ന് വേണേൽ പറയാം കേട്ടോ. അതിനുശേഷമാണ് ചൂണ്ടയായിട്ട് ഇറങ്ങിയത്. നേരത്തെയൊക്കെ മീൻ ഇടുമായിരുന്നു, ചൂണ്ടയിടായിരുന്നു, മീൻ പിടിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ചൂണ്ടയിട്ടൊക്കെ പിടിക്കുമായിരുന്നു. അപ്പോഴത്തേനും നല്ല മഴക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇട്ടത് ഗോതമ്പില്ലേ, നിങ്ങൾ ഞാൻ കാണിച്ചില്ലായിരുന്നു. ആ ഗോതമ്പും കൊണ്ട് ഇങ്ങനെ അട പോലെ ഉണ്ടാക്കി കുഞ്ഞുരുളകളായിട്ട് നമ്മുടെ ചൂണ്ടയിലോട്ട് കോർത്ത് ഇടുമായിരുന്നു. അങ്ങനെ ഇട്ട് അപ്പോൾ ഈ മഴയായതുകൊണ്ട് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ നമുക്കൊരു ചെമ്പല്ലിയൊക്കെ കിട്ടി. ഭയങ്കര സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാട്ടോ. അങ്ങനെ കുറേ നേരം ഇട്ടിട്ട് കുറേ നേരം ഒരുപാട് സമയം എനിക്ക് അതിനായിട്ട് മെനക്കെടേണ്ടി വന്നില്ല കേട്ടോ. പെട്ടപ്പെടാന്ന് ഇങ്ങനെ മീൻ കിട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. ലാസ്റ്റത്തെ ഫൈനൽ നമുക്ക് ഇത്രയും മീൻ കിട്ടി. നിങ്ങളെ ഞാൻ കാണിച്ചില്ലേ, ആ ഇച്ചിരി തീറ്റയും കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും മീൻ കിട്ടിയത്. എന്നാൽ ഞാനൊരു 1 hour കൂടി വന്ന അത്രയും ഞാൻ നിന്നുള്ളൂ കേട്ടോ. അതിനുള്ളിൽ എനിക്ക് ഇത്രയും മീൻ കിട്ടി. ഒരുപാട് അത്യാവശ്യം നല്ല മീനുണ്ടായിരുന്നു. കുറുവാപ്പരല് കൂടുതലും ഇതായിരുന്നു, ചെമ്പല്ലി ആയിരുന്നു കേട്ടോ. ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഇവിടെ കുട്ടനാട്ടിലൊക്കെ ചെമ്പല്ലി എന്നൊക്കെയാണ് പറയുന്നത്. ചെമ്പല്ലി, കുറുവാപ്പരല് ഇതൊക്കെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇത്രയും എനിക്ക് ചൂണ്ടയിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അത് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നി, അതാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പിന്നെ അതിനകത്ത് എല്ലാത്തിനും ഒരു ബക്കറ്റിലേക്കാക്കി, ബക്കറ്റിനകത്തോട്ട് ഇട്ട് ഞാൻ അതിനെ അടച്ചു വെച്ചു കേട്ടോ. നമുക്ക് ഇന്നും എടുക്കണ്ട, അപ്പോൾ പിന്നെ ഞാൻ അതിനെ അടച്ചങ്ങ് വെച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം ലൈക്കും ചെയ്യണം, പറ്റുമെങ്കിൽ ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.